ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വലിയൊരു പരിപാടിയാണ് കേട്ടോ ഇത്. അതായത് ശ്രീകൃഷ്ണ ജയന്തിൻ്റെ ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ടായി. ശ്രീകൃഷ്ണ ജയന്തിൻ്റെ അത് നമ്മളെ വീടിന് മുമ്പിൽ വെച്ച് മാത്രം നടത്തിയ ഒരു പരിപാടിയാണ് കേട്ടോ. നടത്തിയല്ല, ഇതിലൂടെ റാലി പോകുമ്പോൾ ഞാനെടുത്ത വീഡിയോ ആണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് കുറേ അമ്പലത്തിൽ നിന്നും വന്ന ആൾക്കാർ വെച്ചിട്ടുള്ള, ടൗണിൽ വെച്ചിട്ടുള്ള ഒരു വലിയൊരു പരിപാടിയാണ് കേട്ടോ. ഭയങ്കര രസമുണ്ടായി കാണാൻ. ഇത് വന്നിട്ട് പിന്നെ കുറേ അമ്പലത്തിൻ്റെ പേര് പറഞ്ഞാൽ ഇവിടെ ഒരു 2 അമ്പലം അറിയാം. അങ്ങനെ പോയിട്ടൊക്കെ ഉത്സവത്തിനൊക്കെ പോയിട്ട് അങ്ങനെ എനിക്കറിയാം, അല്ലാതെ അറിയില്ല. അപ്പോൾ ഒരുപാട് ക്ഷേത്രത്തിൽ നിന്നും വരുന്ന റാലി ഒത്തൊരുമിച്ച് ഈ കാട്ടിക്കുളം ടൗണിൽ കൂടും. അങ്ങനെ അവിടെ നിന്ന് നടത്തിയ വലിയൊരു പരിപാടി. ആ ഒരു ജംഗ്ഷൻ ഉണ്ട് കേട്ടോ, അവിടെ നിന്ന് നടത്തിയ ഒരു വലിയൊരു പരിപാടിയാണ് കേട്ടോ. ഭയങ്കര രസമുണ്ടായി കാണാൻ. ഫുള്ളായിട്ടൊന്ന് കാണണേ. പുതിയതായിട്ട് ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആണ് എനിക്ക് ഇവർ പാട്ട് പോകുമ്പോൾ ഇങ്ങനെ കളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഡ്രസ്സിങ് ഒരു ഭയങ്കര കഷ്ടം തന്നെ. ഡ്രസ്സൊക്കെ അങ്ങനെ ഇട്ട് മേക്കപ്പൊക്കെ ചെയ്ത് ഓരോരുത്തരും ചെയ്ത് വരണ്ടേ. അപ്പോഴേക്കും ഇത് എത്ര സമയം എടുക്കും. എന്തൊരു ഭംഗിയല്ലേ കാണാൻ, കളിക്കുന്ന കാണാനേ. ഇതെന്തായാലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാണ്ട് ഇങ്ങനെ കളിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പിന്നെ പറയാൻ എനിക്കൊരു സംശയം കേട്ടോ, എൻ്റെ സംശയം മാത്രമാണ്. ആണുങ്ങളൊന്നും ഇതുപോലെ വേഷം കെട്ടിയിട്ട് ഈ ഒരു കൃഷ്ണൻ്റെ പരിപാടിയിൽ എന്തുകൊണ്ട് കളിക്കുന്നില്ല അല്ലേ? പെണ്ണുങ്ങൾ മാത്രമാണ് ഇങ്ങനെ. എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ടെടുത്തോളം ആണുങ്ങൾ വേറെ അങ്ങനെ ജാഥയിൽ ഇങ്ങനെ നിന്ന് പുറകുന്ന ഇങ്ങനെ തുള്ളുന്നതൊക്കെ കാണാം. അല്ലാതെ ഇങ്ങനത്തെ ഒരു നല്ലൊരു ഡ്രസ്സൊക്കെ ചെയ്ത്, ഇങ്ങനത്തെ ഒരു ഫാൻസി ഡ്രസ്സൊക്കെ ചെയ്ത് അവരെന്തുകൊണ്ട് ഇങ്ങനെ കളിക്കുന്നില്ല? എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഇതൊന്നും അറിവില്ല. എന്നാലും ഞാനെൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. വണ്ടീൻ്റെ ശബ്ദം കേട്ടോ, വല്ലാത്ത ബുദ്ധിമുട്ടപ്പോൾ ഈ റോഡ് സൈഡിൽ നോക്കുമ്പോൾ വല്ലാത്തൊരു ഇടങ്ങാറാണ്. പിന്നെ നമുക്ക് മൈക്കും കാര്യങ്ങളൊന്നുമില്ല, അല്ലാതെ ഫോണിലുള്ള ഇങ്ങനെ റെക്കോർഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. ചില മൈക്കും ഇതൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വണ്ടീൻ്റെ ശബ്ദമൊക്കെ ഇങ്ങനെ എന്താ പറയുക, എഡിറ്റിങ്ങിലൊക്കെ കളയ പോലും. പക്ഷെ സംഭവം എനിക്കറിയില്ല. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് പഠിച്ച് റെഡിയായി വരുന്നേ ഉള്ളൂ. ശരിക്കും അങ്ങോട്ട് വലിയൊരു നിശ്ചയമൊന്നുമില്ല. പിന്നെ എഡിറ്റിംഗ് ആപ്പിലൂടെ അങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് മാത്രം.
വലിയ യൂട്യൂബർമാരൊന്നും ചെയ്യുന്ന പോലെ നമുക്കറിയില്ലപ്പാ. ഈ ഡ്രസ്സ് അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാൻ. എല്ലാ ഡ്രസ്സും രസമുണ്ട്, പക്ഷേ ഇത് ഈ റെഡും ബ്ലാക്കും വന്നതുകൊണ്ടായിരിക്കാം, ഗോൾഡനും കൂടെ വന്നതുകൊണ്ട് ഒരു പ്രത്യേക രസം. പെൺകുട്ടികൾ മാത്രമാണ് ഇറങ്ങുന്നത്. എന്തായിരിക്കും അല്ലേ ആൺകുട്ടികൾ ഇങ്ങനെ ഒരു ഫാൻസി ഡ്രസ്സിൽ വന്ന് കളിക്കാത്ത? എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും ഇതിൻ്റെ പിന്നിൽ, നമുക്കറിയാത്ത കാര്യങ്ങളാണല്ലോ. കോൽക്കളിയൊക്കെ അടിപൊളിയാണ്. അതിവിടെ വെച്ചുണ്ടായി കേട്ടോ, നല്ല രസമുണ്ടായി കാണാൻ. ഇതൊക്കെ ഏതമ്പലത്തതാണെന്ന് പോലും അറിയില്ല, വീഡിയോ എടുക്കുന്നത് മാത്രം. കുറേ അമ്പലങ്ങളുണ്ട് കേട്ടോ എൻ്റെ നാട്ടിൽ. പറിച്ചാൽ ഇപ്പോൾ കുറേ സ്ഥലത്തായിട്ട് ഒരു 2-3 അമ്പലമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പം ഓരോ കിലോമീറ്ററിനേക്കാളും അടുത്തടുത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓരോരോ അമ്പലങ്ങളുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും നല്ല സഹകരണം കേട്ടോ. എന്താ വെച്ചാൽ മുസ്ലിം ആവട്ടെ, നമ്മളെ നബിദിനത്തിനാവട്ടെ, ഇവർ റാലി കാണാൻ വരും, നമ്മളെ നബിദിന പരിപാടിയിലും അങ്ങനെ എല്ലാം കൊണ്ടും നല്ല സഹകരണം കേട്ടോ. അവിടെ നമ്മളെ മതം പറഞ്ഞിട്ടുള്ളൊരു കളി ഇവിടെ ഇല്ല. അതായത് പറയാനെന്താ, ഇന്നലെ എൻ്റെ മോൻ ചോദിച്ചതിനോട് ഉമ്മ റാലിയിൽ ഞാൻ പോയിക്കോട്ടെ. പക്ഷേ ഇത് വന്നിട്ട് ഇവിടുന്ന് കാട്ടിക്കുളത്തേക്ക് കുറേ ഒരു 10-12-13 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ വണ്ടിയിലാണ് അവർ പോകുന്നത്. അപ്പോൾ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ജനം കൂടുന്ന സമയം. അപ്പോൾ എനിക്കൊരു പേടി, ടൗണിലേക്കൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അടുത്തായിട്ടാണ് ഞാൻ വിടുന്നുണ്ടായി അവന്. ഭയങ്കര സന്തോഷമാണ്. ഇത് പോട്ടെ എന്ന് ചോദിച്ചു. ഇവർ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ കളിക്കുന്ന കണ്ടിട്ടേ. എന്താ പറയുക, ക്രിസ്മസിൻ്റെ ഇതെല്ലാം ഉണ്ടാവില്ലേ, കരോള, അതൊക്കെ എൻ്റെ മോൻ പോക്കുണ്ട് കേട്ടോ. ഒരിക്കലും എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, നമ്മളെ അയൽവക്കത്ത് നമ്മളാൾ തന്നെ, എന്തിനാണ് മോൻ അതിലൊക്കെ വിടുന്നത്? എന്തറിയല്ലേ കുട്ടികൾക്ക്, എന്തറിയാം, അവർക്കിങ്ങനെ ഒത്തൊരുമിച്ച് കൂടുന്നത്. ഇപ്പോഴേ നമ്മളങ്ങനെ ഒത്തൊരുമിച്ച് കൂടുന്നത് കുട്ടികളെ ഇപ്പം ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നില്ലാതെ നമ്മൾ ഒത്തൊരുമിച്ച് കൂട്ടിയാൽ മാത്രമേ, അങ്ങനെ മക്കളെ ഒരുമിച്ച് അവരോട് കൂട്ടിയാൽ മാത്രമേ വലുതാവുമ്പോൾ ശത്രുത ഇല്ലാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇന്ന മതത്തിന്, അതായത് ഞാൻ മുസ്ലിമാണ്, അപ്പോൾ എൻ്റെ മതത്തിന് ഇപ്പം എൻ്റെ മോൻ പറയും, അവർ മറ്റേ ജാതി, അവർ വേണ്ട, അവരുമായിട്ട് കൂട്ടുകൂടണ്ടെന്നൊക്കെ. പക്ഷേ അതൊന്നും നമ്മളെ മക്കളെ മനസ്സിലേക്ക് ഒരിക്കലും അത്തരത്തിലുള്ള ചിന്താഗതി കയറ്റി വിട്ടുകൂടാ. അത് വലിയ വലിയ പ്രശ്നങ്ങൾക്കിടയാക്കി തീരും. നമുക്ക് എല്ലാ മതവും വേണം. മരിക്കാൻ സമയത്ത് ഏതൊരാളും നമ്മളെ വായിൽ വെള്ളമൊഴിച്ചിട്ടാന്ന് പറയാൻ കഴിയില്ല. നമ്മളെ മക്കളടുത്തുണ്ടാവും, ഭർത്താവ് അടുത്തുണ്ടാവും, ഉമ്മ അടുത്തുണ്ടാവും, യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ നമുക്ക് എല്ലാ മതവും വേണം. ഇവിടെ എല്ലാവരും നല്ല ഒത്തൊരുമ കേട്ടോ. പക്ഷെ എൻ്റെ നാട്ടിൽ റാലിയൊക്കെ കാണാൻ കൂടുന്നല്ലാതെ ഇങ്ങനൊരു ഒത്തൊരുമ ഇല്ല കേട്ടോ. അതായത് വന്നിട്ട് ഇവരെ ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ നമ്മളെ ആൾക്കാർ പോകും, അങ്ങനത്തെ ഇതൊന്നുമില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഞാൻ കണ്ടിട്ടില്ല. അവസാനിച്ച വീഡിയോ അവസാനിച്ചെന്നാണ്. എല്ലാ സഹകരണമുണ്ട്.